എങ്ങോട്ടാ പോണേ? പിന്നെ ഇന്ന് വിളിക്കല്ലേ, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. മസാജ് കിട്ടിയോ? മസാജ് കിട്ടാതാണ് വിഷമിച്ചു വരിക. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. വിൻ്റർ സീസൺ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങിയതാണ്. മെയിൽ അത് എൻഡ് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും. അപ്പം നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം ഈ ഇഫ്താറൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ദീപക്കും ഇവിടെ വന്നിട്ട് ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോയി കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ കൂടി ഞങ്ങളെ കൂടെ പോരും കേട്ടോ. ഓക്കെ. അങ്ങനെ അതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങണേ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ നൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ പകൽ സമയത്ത് ആ ഒരു ഇതും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാനിവിടെ വന്നപ്പം അത് അടഞ്ഞ് കിടക്കുകയായിരുന്നു. അതേ ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പം വിൻ്ററൊക്കെ ആയപ്പം ഇത് ഓപ്പൺ ചെയ്തതാണ്. അപ്പം അതിന് മുന്നിൽ കൂടെ പോകുമ്പം ഇങ്ങനെ കാണും ഗ്ലോബൽ വില്ലേജ്. അപ്പം അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പോകണമെന്ന് അന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതാ എന്തായാലും മുന്നേ വന്ന സമയത്ത് ഇതുപോലെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് അതിൻ്റെ ടൈം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. നമുക്ക് അതിലേക്ക് പോകാനായിട്ട് പ്രത്യേക അതിലേക്കൊരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, അന്ന് നമ്മൾ പോയ ഡേ നല്ല തണുപ്പായിരുന്നു. തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചൂടിൻ്റേതായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാലും ദുബായ് ചൂടിലോട്ട് വരാൻ പോവുകയാണ്. പക്ഷേ ആ ഒരു ഡേ നല്ല തണുത്ത കാറ്റ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയതൊരു ട്യൂസ്ഡേ ഈവനിങ് ആണ്. ട്യൂസ്ഡേ ഈവനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസിന് മാത്രമേ എൻട്രൻസ് ഉള്ളൂ. ബാച്ചിലേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും എൻട്രീസ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേ ആണ് നമ്മൾ പോയത്. അപ്പം അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോയത്. തിരക്ക് അത്രയൊന്നും ഉണ്ടായില്ല. നമ്മൾ ലാവിഷായിട്ട് പോയി. നമുക്ക് എല്ലായിടത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങാനൊക്കെ സാധിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ നമ്മൾ ഇന്ത്യയിലോട്ടാണ്. അപ്പോൾ ഇന്ത്യയാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇന്ത്യൻ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ബാഗ്സ്, ചപ്പൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ചോദിക്കുമ്പം ഇവിടെ നല്ല കൂടുതൽ തന്നെ ആയിരിക്കും. പാനിപൂരി അതാ. അപ്പം നമ്മളൊന്നും അങ്ങനെ മേടിക്കാൻ, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള യൂണീക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ത്യൻ നമ്മൾ ഒരുപാട് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തതാണല്ലോ അല്ലേ. പക്ഷേ എന്തായാലും കയറി ചെല്ലുന്ന സമയത്ത് നേരെ ഇന്ത്യയിലേക്ക് എത്തിയത് അതൊരു നല്ലൊരു അടിപൊളിയായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. കുറേ രാജ്യങ്ങൾ കവർ ചെയ്യണമല്ലോ. അതായത് ഒക്കെ ഒന്നും ഇല്ലെങ്കിലും കുറേ മാക്സിമം കവർ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു. പുറത്തിറങ്ങി ഒന്ന് ചുറ്റാറ് നമ്മൾ നോക്കിയപ്പം ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരുപാട് കാരണം ഒരുവിധം എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അപ്പം നമ്മളിവിടെ ഏതിൽ പോകണം, റൈറ്റിലോട്ട് നടക്കണോ ലെഫ്റ്റിലോട്ട് നടക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അടുത്തിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ പോയത് ജോർദാനിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ജോർദാൻ. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ നടന്നു. നൈസായിരുന്നു. ജോർദാനും എല്ലാം നൈസായിരുന്നു. നമുക്ക് ഇന്ന ഒരു രാജ്യം അടിപൊളി അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല, എല്ലാം നൈസായിരുന്നു. അപ്പോൾ എല്ലാ രാജ്യത്തും നമ്മൾ ചെല്ലുമ്പോഴും അവരുടേതായിട്ടുള്ള യുണീക്ക് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോർദാനിലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടേതായുള്ള ആ ഒരു സംഭവം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് പോയി ചൈനയിലോട്ടാണ് കേട്ടോ. ചൈനയിലെത്തിയപ്പം ദീപക്കൊന്ന് ചൈനയിലെ വാളൊക്കെ എടുത്തൊന്ന് പരീക്ഷ ചെയ്യാൻ നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു ഇതൊന്നും പറ്റില്ല, ഫോട്ടോ ഒന്നും പറ്റില്ല, നിങ്ങൾ അതൊക്കെ എടുത്ത് വയ്ക്കണമെന്ന്. അപ്പോൾ വിഷമത്തിലെ ആൾ ഇനി അടുത്ത ഷോപ്പിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞു ഇനി ഒന്നും നമ്മൾ ചെയ്യേണ്ട, കാരണം അത് പറ്റില്ല പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ കാര്യം ചെയ്യാൻ പേടി കേട്ടോ. ദീപക്ക് പക്ഷേ ഇടയിൽ കൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കണ്ട് കറങ്ങാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പം ചൈനയിൽ നിന്ന് ഒരു ചീസ് കേക്ക് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ. നമ്മൾ ചൈനയിൽ നിന്നാണ് കേട്ടോ ചീസ് കേക്ക് കഴിച്ച്. നൈസായിട്ടുള്ള ചീസ് കേക്ക് ആയിരുന്നു അത്. അങ്ങനെ ചൈനയിൽ നിന്ന് ചീസ് കേക്കും കഴിച്ചു. നമ്മൾ നേരെ യൂറോപ്പിലോട്ടാണ് പോകുന്നത് കേട്ടോ. യൂറോപ്പിൻ്റെ ഇതായിട്ടുള്ള ഡ്രസ്സുകളാണോ അതൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ഡ്രസ്സ് പോലെ എനിക്ക് തോന്നി. അല്ലേ, നിങ്ങൾക്ക് തോന്നിയോ പോയവർക്ക് തോന്നിയൊന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ കണ്ണിറങ്ങിയ കാഴ്ചകളാണല്ലോ. നെക്സ്റ്റ് അമേരിക്കയാണ്. അപ്പം അമേരിക്കയിലോട്ട് പോകാമല്ലേ നമുക്ക്. അങ്ങനെ അത് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അത് കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ തന്നെ യൂറോപ്പിലുള്ള സംഭവം. പറ്റാൻ വല്ലാതെ ഷൂട്ട് ചെയ്യില്ല, കാരണം നിങ്ങൾക്കും ബോറടിച്ചാലോ എന്ന് വിചാരിച്ചു. ഇനി അടുത്ത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ആലോചിച്ച് നിൽക്കുകയാണ്.
എന്താ ദീപക്ക്? വാട്ട് ആർ യു ലുക്കിംഗ്? ഷൂ. എവിടെ ചെന്നാലും ഷൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഷൂ ഒക്കെ നോക്കി. പിന്നെ നമ്മൾ ജപ്പാനിലോട്ട് കയറി. ഇത് പിന്നെ ഷൂവിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാട്ടോ. അപ്പോൾ എവിടെ ചെന്നാലും അതൊന്ന് നോക്കും. പിന്നെ എന്താ ജപ്പാനിൽ കണ്ട ഒരു പില്ലോ ആണ് കേട്ടോ. അത് തൊടാൻ നല്ല സുഖമുണ്ടായി. പക്ഷേ അതിൻ്റെ റേറ്റ് വെച്ചപ്പം ഞങ്ങൾക്ക് അത്ര അതിന് ഉള്ള ഇത് തോന്നിയില്ല. അപ്പം നമ്മളത് വാങ്ങിയില്ല. ഓൺലൈനിലെങ്ങാനും കിട്ടും നോക്കി. പക്ഷേ നൈസായിരുന്നു. നല്ല സ്മൂത്തായിരുന്നു സംഭവം. എനിവേ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തായ്ലൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ദീപക്ക് തായ്ലൻഡിൽ പോയി മസാജ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോവാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗ് ബോറാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഓരോ കൺട്രിയിലും പോയിട്ട് അവിടത്തേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാനത് എടുക്കുമ്പോൾ തന്നെ ദീപകിൻ്റെ അടുത്ത് പറഞ്ഞു, ദീപക ഇത് സംടൈം നമ്മളെ വ്യൂവേഴ്സിന് നല്ല ബോറായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊന്നും ഇതിലില്ല. ഇതാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് കാണിച്ചു തരാനേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം സംഭവം നമുക്ക് കുറേ ടൈം ഉണ്ടായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാ കൺട്രീസും ഒരുവിധം കവർ ചെയ്ത് ഇറങ്ങാൻ പറ്റും. പിന്നെ ഇതൊക്കെ കുറച്ച് യുണീക്കാണല്ലോ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുന്നത്. അപ്പം കാണുമ്പോൾ വേർത്തായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമുക്ക് എല്ലാ കൺട്രിയിലും ഭാവിയിൽ പോകാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെയെങ്കിലും കാണാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും ബോറടിച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ നോമ്പ് തുറക്കാനുള്ളൊരു സമയമായിട്ടുണ്ട് ഏകദേശം. ഇനി ആ സാധനം ഇപ്പോൾ വലിക്കും, അപ്പോഴാണ് വാങ്ങിക്കൊടുക്കുക. അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അത് നല്ല ഒരു ഫീൽ കിട്ടി. പിന്നെ ആ ഒരു സാധനം പൊടിച്ചപ്പോൾ വാങ്ങി കൊടുക്കുന്നതും കുറച്ച് നേരം അവിടെ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റി. ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് നേരം വാങ്ങി കൊടുക്കുന്നവരെ അവിടെ ഇരുന്നു. അപ്പം അതൊരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് തന്നു. അപ്പോൾ എന്തായാലും അത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പം ഞങ്ങളടുത്ത് പറയാൻ പറഞ്ഞു, നമ്മൾ ഇഫ്താർ ടൈമിലാണ് പോയത്. ഞാൻ എഡിറ്റ് ചെയ്ത് വരുന്നതും ഒക്കെ ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പം ലാഗ് അടിച്ച് പോയി. ഇനിയാണ് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും നോമ്പൊക്കെ തുറന്നല്ലോ. അപ്പം പക്ഷേ ഡിന്നർ കഴിക്കാൻ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും സ്നാക്സ് പോലത്തെ കഴിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ. മൊത്തത്തിലല്ല, നമ്മളവിടെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് റിവ്യൂ ഉണ്ടായിരുന്നു. അത് എന്തായാലും സ്നാക്സ് നമുക്ക് കഴിക്കാം. ഇത്രയും നടന്ന് ക്ഷീണിച്ചതല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മൊത്തത്തിലൊന്നും നിങ്ങൾക്ക് ഇതിൽ കവർ ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാരണം പക്ക ബോറിംഗ് ആയിരിക്കും. കട്ട് ചെയ്തിട്ട് ചെറിയ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ വേർത്താണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ പറയാം. ടിക്കറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയാം. ലാസ്റ്റ് ഞാൻ എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് സെക്ഷനിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഫുഡ് സെക്ഷനിൽ എന്താ കഴിക്കാൻ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴല്ലേ കാര്യമുള്ളൂ. കാരണം നമ്മൾ നോർമലി കഴിക്കുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ കാര്യമില്ല. എന്തായാലും ഗ്ലോബൽ വില്ലേജൊക്കെ വന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ ആകെ കൺഫ്യൂഷനായി കേട്ടോ. ഫുഡ് ഒരുപാടങ്ങ് കണ്ടപ്പം ആ കൺഫ്യൂഷനായി. എന്ത് കഴിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടും ദീപക് ഇങ്ങോട്ടും. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ദീപക് പറഞ്ഞു ഈ സാധനം നല്ലതാണ്, നീ കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താണ് അതിൻ്റെ പേര്? ചുറോസ് ന്യൂട്ടെല്ല എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണോ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. അപ്പം ഞാൻ ന്യൂട്ടെല്ലേൻ്റെ അതാണ് ഓർഡർ ചെയ്തത്. അപ്പം ദീപക് കഴിച്ചിട്ടുണ്ട്, നീ കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞു. എന്തായാലും സ്വീറ്റ് ആയിട്ടുള്ള കഴിക്കാം. അങ്ങനെ ഡിന്നർ കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും എരിവുള്ളത് കഴിക്കുമല്ലോ. സംഭവം അതൊരു ഫ്രൈ പോലെ ആക്കി എടുത്തിട്ട് അവർ ന്യൂട്ടെല്ല അതിൻ്റെ കൂടെ തരുകയാണ്. നമ്മൾ ന്യൂട്ടെല്ലയാണ് ഓർഡർ ചെയ്തെങ്കിൽ ന്യൂട്ടെല്ല തരും. അപ്പം അതിൽ നമ്മൾ പിന്നെ ഷുഗർ ഇട്ടിട്ടുണ്ടാവും. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. കുറേ ഒന്നും തിന്നാൻ പറ്റില്ല, പക്ഷേ നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ശ്രീലങ്കയൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ശ്രീലങ്കയിൽ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് അവിടെയൊക്കെ ശ്രീലങ്ക നമ്മളെ നൈബറിങ് കൺട്രി ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ കറങ്ങി. പിന്നെ നമ്മൾ യു എ ആണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. ഇവിടെ വരെ വന്നിട്ട് പിന്നെ യു എ വിടണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് യു എ കാണാൻ ഒരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ യു എയുടെ എൻട്രൻസിൽ തന്നെ നമ്മൾ അവരെ മെയിൻ ഐറ്റമായ ഊതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയും കറങ്ങി നമുക്ക് മെല്ലെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലൊക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ എന്ത് തോന്നുന്നു ഈ വ്ളോഗ് കണ്ടിട്ട്? അപ്പോൾ ഇനി ഗ്ലോബൽ വില്ലേജിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയാം. അപ്പോൾ ടിക്കറ്റ് ഡീറ്റെയിൽസ് വന്നിട്ട് നമ്മൾ ഓൺലൈനിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അവിടെ ക്യൂ ഒന്നും നിൽക്കണ്ട, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം വീക്കെൻഡ്സിലാണെങ്കിൽ 30 ദിർഹമാണ് പെർ ആൾക്ക് വരുന്നത്. ഡേയ്സിലാണെങ്കിൽ 25 ദിർഹമാണ് പെർ വരുന്നത്. പിന്നെ ഈ ട്യൂസ്ഡേ നമ്മൾ പറഞ്ഞു ഫാമിലീസിനും കപ്പിൾസിനും മാത്രമേ അലൗഡ് ഉള്ളൂ, ബാക്കി ബാച്ചിലേഴ്സിനൊന്നും അലൗഡ് അല്ല. പിന്നെ കുട്ടികൾക്കും അത് 3 years ഓൾഡ് താഴെയാണെന്ന് തോന്നുന്നു. പിന്നെ 60 വയസ്സ് മേലുള്ള അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ടിക്കറ്റ് എടുക്കുമ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവർക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്.
അപ്പം അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഇത് ഒരു ഇയർലി വരുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് അറിയാമല്ലോ. അപ്പം എന്താ പറയുക, അപ്പം നമുക്ക് ഇനി അടുത്ത ഇയറിലേ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു മെയ് മിഡിൽ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കൊക്കെ വെച്ച് കഴിയും ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ടൈമിങ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതിൽ മുന്നേ പോയി നിങ്ങൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ കാണുക. എന്തായാലും വേർത്തൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും കുറേ കൺട്രീസ് നമുക്ക് കാണാൻ പറ്റും. അവരുടേതായുള്ള യുണീക്ക് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പൈസ ഉണ്ട് നമുക്കത് മേടിക്കണമെങ്കിൽ, അങ്ങനെ ഉണ്ട്. കുറച്ച് കൂടുതലാണ് ഐറ്റംസിനൊക്കെ. അല്ലാതെ നമുക്കിതെല്ലാം കണ്ണിറയെ കാണാൻ പറ്റുന്ന ഒരുപാട് സമയം കൂടി എടുത്ത് പോകണം കേട്ടോ. കാരണം ഒരുപാട് കൺട്രി ഉള്ളതുകൊണ്ട് നമുക്കതെല്ലാം കവർ ചെയ്ത് കാണണമെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് വരുന്നേക്കും വരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.